ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ചാളാച്ചാർ ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1/2 kg ചാള എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഫുള്ളായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്താ ചാളയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. കുറച്ചധികം മാസം അച്ചാർ കേടാവാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല 2-3 ദിവസത്തിനുള്ളിൽ അച്ചാർ കാലിയാവുമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും മതിയാകും. അപ്പോൾ നമുക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മുള്ളോട് കൂടെയാണ് കേട്ടോ അച്ചാറിടുന്നത്. വറുത്തെടുത്തിട്ട് നന്നായി തണുത്തതിന് ശേഷം മുള്ളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ അച്ചാറിടാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാലും മതി. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുള്ള് കളഞ്ഞിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മീൻ നന്നായി വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അച്ചാറിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ട് ചേർക്കണതായിരിക്കും കൂടുതൽ നല്ലത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് പാകത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അച്ചാറിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ്സോളം ഞാൻ ചേർക്കുന്നുണ്ട്. വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ചാളാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാറൊന്ന് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം കേടാവാതെ നിൽക്കും. പിന്നെ മീനച്ചാർ ആയതുകൊണ്ട് മാസങ്ങളൊന്നും വേണ്ടി വരില്ല. 2-3 ദിവസം കൊണ്ട് കുപ്പി കാലിയാകും. അപ്പോൾ ചാള കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചാളാച്ചാർ ഇട്ട് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടുള്ള ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കാം. എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.